അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളുടെ വെളിച്ചത്തിലും ഹദീസുകളുടെ വെളിച്ചത്തിലും പല തെളിവുകൾ സമർപ്പിക്കുകയുണ്ടായി. ഇന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരു സഹാബത്തുകളുടെ ഇജ്മാഇനെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിനു ശേഷം ആദ്യം സഹാബാക്കളിലുണ്ടായ ഇജ്മാ, അതായത് ഏകകണ്ഠേനയുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിശ്വാസം, അതിനെയാണ് ഇജ്മാ എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ ഈസാ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ തൗഫി എന്നുള്ള വാക്ക് വന്നതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതായത് തൗഫി എന്നുള്ള വാക്ക് ഒരു ഭാഗത്തല്ല, 23 ഭാഗത്ത് വിശുദ്ധ ഖുർആനിൽ മരണം എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തൗഫി എന്നുള്ള സൂറ അൽ മാഇദയിലെ അവസാനത്തെ റുക്കുയിൽ ഈ തൗഫി എന്നിട്ടുള്ള വാക്ക് അതിൻ്റെ തഫ്സീർ ചെയ്തുകൊണ്ട് ഇമാം ബുഖാരി കിതാബു തഫ്സീറിൽ ഒരു ഹദീസ് നൽകുന്നുണ്ട്. ആ ഒരു ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോഴും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ചില മുസ്ലിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ പറയുന്നതാണ് ഉസൈഹാബി ഉസൈഹാബി, ഇത് എൻ്റെ ജനതയാണല്ലോ എൻ്റെ ജനതയാണല്ലോ എന്ന്. അപ്പോൾ ആ മലക്ക് പറയുന്നതാണ്, നിനക്ക് ശേഷം ഇവരെന്താണ് ചെയ്തതെന്ന് നിനക്കറിയില്ല എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅഖൂലു കമാ ഖാലൽ അബ്ദുസ്സാലി, അതായത് ആ വന്ധ്യനായിട്ടുള്ള ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സാലിഹായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടിമ പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുന്നതാണ്. എന്നിട്ട് ഈ ഒരു ആയത്താണ്, അതായത് ഞാൻ അവരിൽ ഉള്ളിടത്തോളം കാലം ഞാൻ അവരെ നോക്കുകയുണ്ടായി, ഞാൻ ചുമതലക്കാരനായിരുന്നു. ഫലമ്മാ തവഫൈതനീ, നീ എന്നെ മരിപ്പിച്ചപ്പോൾ. അപ്പോൾ ആ ഒരു ഹദീസിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി തവഫൈതനി എന്നുള്ള പദം ഉപയോഗിച്ചപ്പോൾ ആ ഒരു തവഫ എന്നുള്ള പദത്തിന് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശത്തോട്ട് ഉയർത്തിയപ്പോൾ എന്നുള്ള അർത്ഥം കൊടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ തവഫി എന്നുള്ള വാക്കിൻ്റെ വിശദീകരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തിരു സഹാബാക്കളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുയുടെ ഖൗല് അതായത് ഇമാം ബുഖാരി തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നി മുത്തവഫീക എന്നുള്ളതിൻ്റെ അർത്ഥം മുത്തവഫീക എന്നുള്ളതിൻ്റെ അർത്ഥം മുമീത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം എന്താണോ, വിശുദ്ധ ഖുർആൻ്റെ എന്താണോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, അതിനെതിരെയായിട്ട് തിരു സഹാബാക്കൾ ഒരിക്കലും വിശ്വാസം വെച്ച് പുലർത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നിരുന്നാലും തിരു സഹാബാക്കളുടെ ഇജ്മാ ഇതിനെ സംബന്ധിച്ച് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിനെ സംബന്ധിച്ച് ഒരു ഇജ്മാ നമുക്ക് തിരു സഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിന് ശേഷം തിരു സഹാബാക്കൾക്കുണ്ടായ ആദ്യത്തെ ഇജ്മാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നേ ഉള്ള എല്ലാ പ്രവാചകന്മാരും വഫാത്തായി പോയിട്ടുണ്ട് എന്നാണ്. ഇത് സംബന്ധമായിട്ട് ഷബീൽ സാഹിബ് എന്ത് ചരിത്രമാണ് നമുക്ക് ചരിത്രം ലഭിക്കുന്നത്? തീർച്ചയായും ഷഹദാദ് സാഹിബ് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം എന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെ സംബന്ധിച്ച് ഏത് രീതിയിലാണോ മനസ്സിലാക്കിയത്, വിശ്വസിച്ചത്, തീർച്ചയായും അതേ രീതി തന്നെയായിരുന്നു സഹാബാ കിറാം റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ ഉണ്ടായിരുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ചില വീഡിയോകളിൽ നമ്മൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്ത് ഖുർആൻ്റെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വിശ്വാസം ഖുർആൻ എന്താണോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണോ നമുക്ക് മാർഗോപദേശം നൽകുന്നത്, തീർച്ചയായും അതുതന്നെയാണ് സ്വഹാബത്തും മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവികമായ രീതിയിൽ എല്ലാ പ്രവാചകന്മാരെയും എല്ലാ മനുഷ്യന്മാരെയും പോലെ പ്രകൃതിദത്തമായ രീതിയിൽ മരണപ്പെട്ടു പോയി എന്ന് ഖുർആൻ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കുമ്പോൾ തൻ്റെ സ്വഹാബത്തിനെയും അത് പഠിപ്പിക്കുമ്പോൾ സ്വഹാബത്തും തീർച്ചയായും അത് തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. ഉദാഹരണത്തിന് നമ്മളിന്ന് ഇവിടെ സ്വഹാബത്തിൻ്റെ ഇജ്മാഇനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്വഹാബത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉണ്ടായിരുന്ന ഏകകണ്ഠമായിട്ടുള്ള ഒരു അഭിപ്രായം എന്തായിരുന്നു, വിശ്വാസം എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്ത് തന്നെയായിരുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പ്രവാചകന്മാരെയും പോലെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന ഒരു വിശ്വാസത്തിലായിരുന്നു സഹാബത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ ഇജ്മാ. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് അവിടെ പ്രചരിച്ചപ്പോൾ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തോ ആവശ്യത്തിന് പുറത്തു പോയതായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മരണവാർത്ത അറിയുകയും തിരിച്ചു വരികയും ചെയ്തപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജനാസ അതിൽ നിന്ന് മുഖത്തിൽ നിന്ന് തുണി മാറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ ചുംബനം നൽകിക്കൊണ്ട് അള്ളാഹു താങ്കൾക്കൊരിക്കലും 2 മരണം നൽകുകയില്ല എന്ന് പറയുകയുണ്ടായി. അതായത് അള്ളാഹു താങ്കളെ മരിപ്പിച്ചിരിക്കുന്നു, മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങൾ ബുഖാരിയിൽ പല രീതിയിൽ ഈ സംഭവം ആവർത്തിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു, അതുപോലെ തന്നെ അവരും മരിക്കും എന്ന് ഉള്ള സൂറ സുമറിൽ ആയത്ത് അബൂബക്കർ റളിയല്ലാഹു അവിടെ പാരായണം ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആ അവസരത്തിൽ സ്വഹാബത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? സ്വഹാബത്ത് അങ്ങേയറ്റം ദുഃഖഭാരത്താൽ, ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം നമുക്കറിയാം 63-ാമത്തെ വയസ്സിലാണ് സംഭവിക്കുന്നത്. അകാല മരണമായിരുന്നു. വളരെ ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയും മുടിയിലുമൊക്കെ 6-7 മുടിയാണ് നിരച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയമായിട്ടില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ മരിക്കാൻ പാടില്ല എന്ന ഒരു അവസ്ഥയായിരുന്നു സഹാബത്തിനിടയിൽ. അതുകൊണ്ട് തന്നെ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി ആ അവസരത്തിൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നു, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവൻ്റെ തല കൊഴിയുന്നതാണ്. അതായത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതാണ് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ പ്രേമവായ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീരവാദം ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഉന്നയിക്കുമ്പോൾ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അവസരത്തിൽ ഇടപെട്ടുകൊണ്ട് സ്വഹാബത്തിനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അലാ മൻ കാന യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്മാത്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. ഫൈന മുഹമ്മദൻ ഖദ്മാത്ത്. നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. അലാ എന്ന് പറഞ്ഞുകൊണ്ട് ജാഗ്രതപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ശ്രദ്ധയെ അദ്ദേഹം പിടിക്കുകയാണ്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. എന്നാൽ വമൻ കാന യഅബുദുല്ലാഹ, നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോഴും അള്ളാഹു ജീവിച്ചിരിപ്പുള്ളവനാണ്. അള്ളാഹു മരിച്ചിട്ടില്ല, അള്ളാഹുവിന് മരണം സംഭവിച്ചിട്ടില്ല. അതായത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചവർക്ക് ഇനി അവർക്ക് അവരുടേതായിട്ടുള്ള മാർഗം സ്വീകരിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് തുടർന്നും അള്ളാഹുവിനെ ആരാധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ അവസരത്തിൽ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലുള്ള ഒരായത്ത് അവിടെ ഉദ്ധരിക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റസൂൽ അഫ ഇം മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബിക്കും. അപ്പോൾ എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്, ഒരു പ്രവാചകനല്ലാതെ മറ്റൊന്നുമല്ല. അദ്ദേഹത്തിന് മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം കാലകൃതി പ്രാപിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. അഫ ഇം മാത്ത എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയോ ഔ ഖുതില അല്ലെങ്കിൽ വധിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുതിക്കാലിന്മേൽ പിന്തിരിഞ്ഞു കളയുമോ? അതായത് നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മുർത്തദായി പോകുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ തൗഹീദിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടിയാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുകയുള്ളൂ, ദൈവദൂതന്മാരെ നമ്മൾ വിശ്വസിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി തൗഹീദിനെതിരെ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള വലിയ തോതിൽ ഹദരത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ആരാധിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വല്ലസീന യദൂന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ഷൈഅൻ. അതായത് അള്ളാഹുവിനെ വിട്ട് മറ്റൊന്നിനെ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്താണ് അതിൽ അവർക്ക് ഒന്നിനെയും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. വഹും യുഖ്ലഖൂൻ, എന്നാൽ അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. തുടർന്ന് പറയുന്നു അംവാത്തുൻ, അവർ മരിച്ചവരാണ്, ഗൈറു അഹ്യായിൻ, അവർ ജീവനുള്ളവരല്ല.
അപ്പോൾ ഇതേ ആശയമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. അപ്പോൾ ക്രൈസ്തവരെ തൗഹീദ് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് പൊയ്ദൈവങ്ങളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അവരോട് പറയുകയാണ് അതെല്ലാം തന്നെ മരണപ്പെട്ടുള്ളതാണ്, അതിന് മരണം സംഭവിക്കുന്നതാണ്. എന്നാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രമാണ് എന്നെന്നും നിലനിൽക്കുന്നവൻ. ഇത് തന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നജറാനിൽ നിന്ന് വന്ന ക്രൈസ്തവ സംഘം, അവരുടെ പണ്ഡിതന്മാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംവാദത്തിന് വന്നിരുന്നു. ആ അവസരത്തിലും ദീർഘമായിട്ടുള്ള സംഭാഷണം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തൗഹീദിനെ സംബന്ധിച്ച്, കാരണം അവർ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിനെയും ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ മാതാവിനെയും ഒക്കെ ആരാധ്യ വസ്തുക്കളായിക്കൊണ്ട് അവർ വിശ്വസിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. അപ്പോൾ ഇത് തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏത് രീതിയിലാണ്? അവരോട് ചോദിക്കുന്നു, അലസ്തും തഅലമൂന അന്ന റബ്ബുന ഹയ്യുൻ, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ നമ്മുടെ റബ്ബാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. വ അന്ന ഈസ അത്ത അലൈഹിൽ ഫന, എന്നാൽ ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൽ പരിപൂർണമായിട്ടുള്ള നാശം സംഭവിച്ചിരിക്കുന്നു. ഇവിടെ മൗത്ത് എന്നുള്ള പദം കൂടിയല്ല അള്ളാഹു ഉപയോഗിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ളത്. ഫന എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നാശം അവിടെ ഈസാ അലൈഹി ഇസ്ലാമിന് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കാലു ബല, അവർ പറയുന്നുണ്ട്, തീർച്ചയായും അംഗീകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിലാണ് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, നിങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാർഗം സ്വീകരിക്കാം. എന്നാൽ ആരാണോ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവർക്ക് അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്, അള്ളാഹുവിനെ നിങ്ങൾക്ക് ഇനിയും ആരാധിക്കാം. അപ്പോൾ ഈ ആയത്ത് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ കേൾപ്പിച്ചപ്പോൾ ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് വാള് നിലത്തേക്ക് വീണു, അദ്ദേഹത്തിന് മോഹാലസ്യമുണ്ടായി എന്ന് പോലും ഹദീസിലെ ചില റിവായത്തുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നു. എന്ന് മാത്രമല്ല, ഈ ഹദീസിൻ്റെ അവസാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗല് അവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അലിംതു അന്ന മുഹമ്മദൻ ഖദ്മാത്ത്. അപ്പോൾ ഈ ആയത്ത് കേട്ടതോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി എന്ന് ഞാൻ മനസ്സിലാക്കി, ഞാൻ വിശ്വസിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന്, ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചപ്പോൾ സഹാബത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം സീനാ പർവ്വതത്തിലേക്ക് പോയതുപോലെ അദ്ദേഹം 40 ദിവസത്തിന് ശേഷം തിരിച്ചു വന്നു. എന്നാൽ ആരും തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ, അദ്ദേഹം തിരിച്ചു വരുമല്ലോ. ഈസാ അലൈഹി ഇസ്ലാമിനെയും കാട്ടി നല്ല ഉദാഹരണം ഈസാ അലൈഹി ഇസ്ലാമിൻ്റെയാണ്. അതെ, ഈസാ അലൈഹി ഇസ്ലാം ജീവനോട് ആകാശത്തിരിക്കുകയാണ് 2000 വർഷമായിട്ട്. അതെ. അപ്പോൾ ഈ ഇന്നത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം ആ രീതിയിലുള്ളൊരു വിശ്വാസമായിരുന്നു അന്ന് സഹാബത്തിനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ ഈ ചോദ്യം ഉന്നയിക്കപ്പെടുമായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഇല്ലാതെ ഈ ആയത്ത് ഉദ്ധരിച്ചതോടുകൂടി സഹാബത്ത് ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അവർ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും മരിച്ചു പോയിട്ടുണ്ട് എന്ന് അവർ വിശ്വസിക്കുകയും അങ്ങനെ സ്വഹാബത്തിനിടയിലുണ്ടായിട്ടുള്ള ആദ്യത്തെ ഇജ്മാ ഈ ഒരു കാര്യത്തിലായിരുന്നു. ഈ ഒരു ഇജ്മായിൽ നിന്ന് വളരെ സ്പഷ്ടമായിക്കൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ മറ്റെല്ലാ പ്രവാചകന്മാരും വഫാത്തായി പോയിട്ടുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആയത്തിനെ സംബന്ധിച്ച് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ നമ്മുടെ എതിർകക്ഷികളുടെ ഭാഗത്തു നിന്ന് ഒരു മുടന്ത ന്യായം ഇതിനെ സംബന്ധിച്ച് പറയുന്നത് അർ റസുൽ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജമീഉർ റസുൽ എന്ന് പറഞ്ഞിട്ടില്ല, കുല്ലു റസുൽ എന്ന് പറഞ്ഞിട്ടില്ല. കുല്ലു റസുൽ എന്ന് പറയാതെ അല്ലെങ്കിൽ ജമീഉർ റസുൽ എന്ന് പറയാതെ എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടു എന്ന് പറയാൻ സാധ്യമല്ല. ജമീഉർ റസുൽ എന്ന് പറയണമായിരുന്നു, കുല്ലു റസുൽ എന്ന് പറയണമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അറബി ഭാഷ അറിയുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ഒരിക്കലും ഉന്നയിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. കാരണം വിശുദ്ധ ഖുർആനിൽ അലിഫ്ലാം എന്നുള്ള ഇസ്തിഗ്റാഖ് ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ എന്ന അല്ലെങ്കിൽ എല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള അർത്ഥം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അലിഫ്ലാമീം എന്ന ഇസ്തിഗ്റാഖിൻ്റെ പ്രധാനമായിട്ടുള്ള അർത്ഥത്തിലൊന്ന് എന്താണ്? ആ പറയുന്ന കാര്യത്തിലെ എല്ലാം അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ തുടക്കത്തിൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. അതെ. അപ്പോൾ അലിഫ്ലാമീം എന്ന അൽ ഹംദ്
എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സ്തുതിയും ലോകത്ത് ഏത് രീതിയിലെല്ലാം സ്തുതിക്ക് അർഹനായിട്ടുള്ള ഒരാളുണ്ടോ അത് അള്ളാഹുവാണ്. അതുപോലെ കുല്ലുൽ ഹംദ് പറയേണ്ട ആവശ്യമില്ല. കുല്ലുൽ ഹംദെന്നോ അല്ലെങ്കിൽ ജമീഉൽ ഹംദെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. കാരണം അറബി ഭാഷയുടെ ബാലപാഠത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അറബി ആ ഗ്രാമർ അനുസരിച്ചുകൊണ്ട്, ആ നിയമം അനുസരിച്ചുകൊണ്ട് ഒരാൾക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു വികലവാദം ഉന്നയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു അനവധി ഉദാഹരണങ്ങൾ നമുക്ക് റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നു, റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം മുഴു ലോകവും. അപ്പോൾ അവിടെ നിന്നും തന്നെ ഈ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും വാക്ക് എടുത്തിട്ടില്ല. എന്നാൽ ആ രീതിയിലുള്ള മറ്റു പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഴുവനും എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് കുല്ലുമൻ അലൈഹ ഫാൻ ഖുർആനിലെ ആയത്ത് തന്നെയാണ്. അപ്പോൾ അത് ആ രീതിയിൽ ആ രീതിയിൽ അർത്ഥത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അലിഫ്ലാം എന്ന ഇസ്തിഗ്റാഖ് കൊണ്ട് ആ മുഴുവനും എന്ന അർത്ഥം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ അർ-റുസുൽ എന്ന് പറയുമ്പോൾ മുഴുവൻ പ്രവാചകന്മാരുമാണ്. ഇനി അവരുടെ വാദത്തിന് വേണ്ടി നാം സമ്മതിക്കുകയാണ്. അർ-റുസുൽ എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അള്ളാഹു പറയുന്നത് ഇതിന് മുന്നേ പല പ്രവാചകന്മാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹസരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്തിനാണ് ഈ ആയത്ത് സഹാബാക്കളെ കേൾപ്പിച്ചത്? അതെ, എന്ത് കാരണത്തിനാണ്? സഹാബാക്കൾ പറയുകയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല, ഇപ്പോൾ മരിക്കേണ്ട സമയമല്ല, പല ജോലികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെയ്യാനുണ്ട്. മൂസാ അലൈഹി ഇസ്ലാം സീനാ പർവ്വതത്തിൽ പോയതുപോലെ പോയതാണ്, തിരിച്ചു വരുമെന്ന് പറയുകയാണ്. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ മാത്രമാണ്, അദ്ദേഹത്തിന് മുന്നേയും പല പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. അതായത് എല്ലാ പ്രവാചകനും മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ തെളിവ് തന്നെ ബാത്തിലായി പോവുകയാണ്. അത് ആസ്ഥാനത്താണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ആ ഇടപെടലും വിശുദ്ധ ഖുർആനിലെ ഈ വചനം പാരായണം ചെയ്യുന്നതും ഒക്കെ തന്നെ അസ്ഥാനത്താണ് എന്ന് നമ്മൾ നൗസുബില്ല പറയേണ്ടി വരും. കാരണം ഹസരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന ഈ ഇസ്തിദ്ലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, എപ്രകാരം മുൻകടന്നു പോയ പ്രവാചകന്മാരെല്ലാം തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അത് രണ്ട് രീതിയിലാണ് മരണപ്പെട്ടത്. ഒന്നിക്കിൽ സ്വാഭാവികമായ മരണം, അല്ലെങ്കിൽ കുത്തുല, വധിക്കപ്പെടുകയാണ്. എന്നുള്ളത് നിയമമാണ്. അതെ, ഇദാ ജാഅൽ ഇഹ്തിമാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബത്തലൽ ഇസ്തിദ്ലാൽ യാതൊരു സ്ഥാനവുമില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ സഹാബത്തിനെ പഠിപ്പിക്കാൻ ഇവിടെ ഈ ആയത്ത് കൊണ്ടുവരുമ്പോൾ പിന്നെ ഈ രീതിയിൽ നമ്മൾ അതിൽ ചില പ്രവാചകന്മാരെ ഒഴിവാക്കണം, അല്ലെങ്കിൽ അതിൽ ചില പ്രവാചകന്മാരില്ല. ഇപ്പോൾ ഹിലർ നബി ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ വെറും വാറോലയല്ലാതെ ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ചില പ്രവാചകന്മാർ ഇന്നും ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കൊണ്ടുവന്ന് ഇവിടെ ഉദ്ധരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഒരിക്കലും തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ ആ സഹാബത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആ കാര്യം നമുക്കിതിലൂടെ സ്ഥാപിക്കപ്പെടുകയില്ല എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മറ്റൊരു മുടന്ത ന്യായം ഇതിനെ സംബന്ധിച്ച് ഖല എന്ന പദത്തിനെ സംബന്ധിച്ചാണ്. അതായത് അവർ പറയുന്നത് ഖല എന്ന പദത്തിൻ്റെ അർത്ഥം മരണപ്പെട്ടു എന്ന് അർത്ഥമില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കടന്നുപോയി. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിലേക്ക് കടന്നുപോയി, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കടന്നുപോയി, മരണപ്പെട്ടു എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താണ് പറയേണ്ടത്? ഇതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിലൊരു ബാലിശമായിട്ടുള്ള ഒരു ന്യായം തന്നെയാണ്. കാരണം നമ്മൾ ഒരു വിശ്വസിക്കുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇപ്പം വിശുദ്ധ ഖുർആനും ഹദീസുകളും വെച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യം സ്ഥാപിക്കുമ്പോൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇത് മതിയായ തെളിവുകളാണ്. എന്നാൽ ഇത് ന്യായീകരിച്ചുകൊണ്ട് ഇതിനെ അംഗീകരിക്കാതെ നിഷേധിക്കുന്നവർക്ക് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇവിടെ ഈ ഖല എന്ന് പറയുമ്പോൾ ഇവിടെ അള്ളാഹു ഈ കാര്യം എടുത്തു പറയുമ്പോൾ പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട് എന്ന് ഈ വചനത്തിൽ പറയുമ്പോൾ ഏത് രീതിയിലാണ്, ഏത് മാർഗത്തിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് എന്ന് ഈ ആയത്തിൽ തന്നെ അള്ളാഹുവാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് രണ്ട് രീതിയാണ്. ഒന്നിക്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അപ്പോൾ ഇതല്ലാതെ മൂന്നാമതൊരു മാർഗം അള്ളാഹു ഇവിടെ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഖല ആയിപ്പോയത്, ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പ് വന്ന പ്രവാചകന്മാർ ഏത് രീതിയിലാണ് ഖലയായത് എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാക്കാം. ഇനി ഭാഷാപരമായി നമ്മൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ ലിസാനുൽ അറബ് പോലെയുള്ള നിഘണ്ടുവിൽ ഇതിനുള്ള അർത്ഥം നമുക്ക് കാണാം. ഇപ്പോൾ ഖല ഫുലാനുൻ
ഇന്ന ആൾ ഖലയായി എന്ന് പറഞ്ഞാൽ മാത്ത മരിച്ചുപോയി എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ വചനത്തിന് മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും വഫാത്തായി പോയി എന്ന് ഈ ആയത്തിന് വളരെ വ്യക്തമാണ്, വളരെ സ്പഷ്ടമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ മാത്രം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ തഫ്സീർ എടുത്ത് നോക്കുകയാണെങ്കിൽ മുൻകാലത്ത് മുഫസ്സിരീങ്ങളെ, അത് തഫ്സീർ ബേലാവി ആയിക്കൊള്ളട്ടെ, തഫ്സീർ മാതുരിദി ആയിക്കൊള്ളട്ടെ, തഫ്സീർ നജമുദ്ദീൻ നസ്ഫി ആയിക്കൊള്ളട്ടെ, എല്ലാത്തിലും ഈ ആയത്തിനെ സംബന്ധിച്ച് ഖല എന്നുള്ള പദത്തിന് മരണം എന്ന് തന്നെയാണ് അവരെല്ലാം അർത്ഥം കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്നിക്കൽ മരിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഈ അർത്ഥം തന്നെയാണ് ഈ മുഫസ്സിരീങ്ങളെല്ലാം തന്നെ ഇവിടെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ആയത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും ഈ സംഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, സഹാബാക്കളുടെ ഇജ്മാ ആണ്, എല്ലാ പ്രവാചകന്മാരും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും വഫാത്തായി പോയിട്ടുണ്ട്. അതിൽ റസൂൽ എന്ന കാര്യത്തിലും അല്ലെങ്കിൽ ഖല എന്നുള്ള പദത്തിലും അങ്ങനെയുള്ള ന്യായങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ അവർ പാരായണം ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറ അൽ മാഇദയിൽ അള്ളാഹു ഇതേ ആയത്തിൻ്റെ ഇതേ വാക്കുകളിലൂടെ ഈസാ അലൈഹി ഇസ്ലാമിനെയും പറ്റിയും പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, മൽ മസീഹ് ഇബ്നു മറിയം ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മസീഹ് ഇബ്നു മറിയം ഒരു റസൂൽ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, അദ്ദേഹത്തിന് മുന്നുള്ള എല്ലാ പ്രവാചകന്മാരും ഖലത്ത് വഫാത്തായി പോയിരിക്കുന്നു. റസൂൽ എല്ലാ പ്രവാചകന്മാരും. അപ്പോൾ റസൂൽ എന്ന് ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഖല എന്നുള്ള പദവും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമാണ് ഈ ആയത്തിൽ നിന്ന് അള്ളാഹു ശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലൂടെ ഹസ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു വിശ്വാസത്തെ എതിർക്കുന്ന നമ്മുടെ എതിരാളികളോട് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം, ജമാഅത്ത് അഹമ്മദിയുടെ അന്ത്യസ്ഥാപകർ, എഴുതുന്നു ഇത് സംബന്ധമായിട്ട്: ആകാശത്തിൽ നിന്നും ആരും ഒരിക്കലും ഇറങ്ങി വരികയില്ലെന്ന് ഓർമ്മിച്ചു കൊള്ളുക. ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ വിരോധികളെല്ലാവരും തങ്ങളിൽ ആരും ഈസാ ഇബ്നു മറിയം ആകാശത്തു നിന്ന് ഇറങ്ങുന്നത് കാണാതെ തന്നെ മരിച്ചൊടുങ്ങും. പിന്നെ ശേഷിക്കുന്നവരുടെ സന്തതികളും ഈസാ ഇബ്നു മറിയം ആകാശത്തു നിന്ന് ഇറങ്ങുന്നത് കാണാതെ തന്നെ മരണമടയും. പിന്നെ ആ സന്തതികളുടെ സന്തതികളും മരിച്ചു തീരും. എന്നാൽ അവരും മറിയമിൻ്റെ പുത്രൻ ആകാശത്തു നിന്ന് ഇറങ്ങുന്നത് കാണുകയില്ല. ഇന്നു മുതൽ 3 നൂറ്റാണ്ട് പൂർണ്ണമാകുന്നതിന് മുമ്പേ ഈസയെ കാത്തിരിക്കുന്നവർ മുസ്ലിമാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ച് നിരാശപ്പെടുകയും തീരെ മരമടുത്ത് ഈ മിഥ്യാവിശ്വാസത്തെ പരിത്യജിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് യഥാർത്ഥ വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസത്തെ അത് സ്വീകരിക്കാനും, അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഇബ്നു മറിയം, ആ മസീഹിനെ, ആ മഹദിയെ ബയ്യത്ത് ചെയ്യണം എന്ന് താക്കീത് ചെയ്തിട്ടുള്ള ആ ഒരു മഹദിയെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.